ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മെ വേദനിപ്പിക്കും. പക്ഷേ അത് മാറ്റമല്ല. അവർ അത്രയും നാൾ അണിഞ്ഞിരുന്ന മുഖംമൂടി അഴിഞ്ഞു വീണ് തനിനിറം പുറത്തു വന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത്. കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതുമായിരിക്കും. ലോകത്തിന്റെ മുഴുവൻ സ്നേഹവും കൈവരാൻ ഒന്നു മാത്രം ചെയ്താൽ മതി: ആരെ പറ്റിയും കുറ്റം പറയാതിരിക്കുക. നമുക്ക് വേണ്ടിയും ചിലതൊക്കെ ചെയ്യണം. നമുക്ക് വേണ്ടിയും അല്പനേരം മാറ്റിവെക്കണം. നമുക്ക് വേണ്ടിയും ജീവിക്കണം. ഒരുക്കിയാൽ മാത്രം പോരാ, നമ്മുടെ പ്രകാശം ആസ്വദിക്കുകയും വേണം. യാഥാർത്ഥ്യ സമ്പന്നൻ കൈ നിറയെ പണമുള്ളവനല്ല, മനസ്സ് നിറയെ സമാധാനമുള്ളവനാണ്. ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ കഴിയും. എന്നാൽ ശുഭാപ്തി വിശ്വാസമുള്ളവന് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവസരം കണ്ടെത്താൻ കഴിയും. ഓരോ ദിവസവും പുലരുന്നത് ഓരോ പ്രതീക്ഷകളായാണ്. എന്നാൽ ഓരോ ദിവസവും അവസാനിക്കുന്നത് ഓരോ അനുഭവങ്ങളോടെയാണ്. ഒരു മരത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് തീപ്പെട്ടിക്കോലുകൾ ഉണ്ടാക്കാം. അതുപോലെ ഒരു തീപ്പെട്ടിക്കോലിന് ലക്ഷം മരങ്ങളെ കത്തിക്കാനും കഴിയും. അതുപോലെ തന്നെയാണ് ഒരൊറ്റ നെഗറ്റീവ് ചിന്തയ്ക്ക് എല്ലാ പോസിറ്റീവ് ചിന്തകളെയും നശിപ്പിക്കാൻ കഴിയും. പലരും ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നത് എല്ലാം തികഞ്ഞത് കൊണ്ടല്ല, ഉള്ളു കരയുമ്പോഴും മുഖത്ത് ചിരി വരാൻ പഠിച്ചത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കുക. ആശ്രയിക്കാതെ ജീവിക്കാൻ ശീലിച്ചാൽ പൂർണ്ണ സന്തോഷം കണ്ടെത്താം. ഓരോ ചെറിയ അവസരത്തിനായി തിരയുക. പരാജിതൻ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു. എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവസരം കണ്ടെത്തുന്നു. ഒരു സ്വപ്നം നിറവേറ്റാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. സമയം എന്തായാലും കടന്നുപോകും. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടി വരും. എന്നാൽ മനുഷ്യനെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ പാഠം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഉചിതമായ സമയം വരാൻ വേണ്ടി കാത്തിരിക്കരുത്. കിട്ടുന്ന സമയത്തെ ഉചിതമാക്കാൻ നോക്കുക. മടിയന്മാരുടെ പ്രവൃത്തി ദിവസം മൂഢന്മാരുടെ പ്രവൃത്തി ദിവസവും എന്നും നാളെയായിരിക്കും. നിങ്ങളെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഏറ്റവും നന്നായി സ്നേഹിക്കുവാനും കഴിയൂ. ജീവിതം ഇരുട്ടിലകപ്പെടുമ്പോൾ അറിയാം ആത്മാർത്ഥമായി സ്നേഹിച്ചവരെ. അല്ലാത്തതൊക്കെ വെറും പ്രഹസനങ്ങൾ മാത്രം. നിങ്ങളുടെ കഴിവുകളെ നിക്ഷേപമായി കാണുകയാണെങ്കിൽ ജീവിതത്തിൽ പല നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയും. എല്ലാവരും മൗനം പാലിക്കുന്നു. എന്നാൽ അവന്റെ തിന്മയെ കുറിച്ചാണ് ചർച്ചയെങ്കിൽ ഉമകൾ പോലും സംസാരിക്കുന്നു. മനുഷ്യരുടെ സ്വഭാവം രണ്ടു തരമാണ്. ആവശ്യമുള്ളപ്പോൾ അവർ തേൻ പോലെ മധുരമായി സംസാരിക്കുന്നു. ആവശ്യം കഴിഞ്ഞാൽ അവർ തേളിനെ പോലെ കുത്തി സംസാരിക്കുന്നു. താങ്ങാനാവില്ല എന്ന് ഞാൻ കരുതിയതിനോട് പൊരുത്തപ്പെടാൻ പഠിച്ചത് എന്റെ സാഹചര്യങ്ങളാണ്. വർഷങ്ങളോളം ഒരാൾ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം. അയാൾ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തായിരുന്നില്ല എന്ന് തിരിച്ചറിയാൻ അതേ വർഷങ്ങൾ തന്നെ എടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.